സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളയാത്ര ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ലക്കിടിയിലാണ് കേരളയാത്ര വയനാട്ടിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ ജില്ലകളിലെല്ലാം വലിയ ആരവമുണ്ടാക്കിയതിന് ശേഷമാണ് വയനാട് ജില്ലയിലേക്ക് വരുന്നത്. ഞങ്ങളിപ്പോഴുള്ളത് വയനാട് ജില്ലയിലെ സ്വീകരണ സമ്മേളനം നടക്കുന്ന കൽപ്പറ്റയിലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നഗറിലാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വേദിയിലൊക്കെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുകയാണ്. പരിസരങ്ങളിലൊക്കെ ചെയറൊക്കെ ഇട്ട് നല്ല മനോഹരമായി ആളുകളെ കാത്തിരിക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ സംഘാടകർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. SSFൻ്റെ ജില്ലാ പ്രസിഡന്റായ റഷാദ് ബുഹാരിയാണ് ഇപ്പോൾ എനിക്കപ്പോൾ. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഉസ്താദിനെ കാത്തു നിൽക്കുകയാണോ? അൽഹംദുലില്ലാഹ്, ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളിനി പ്രതീക്ഷയിലാണ്. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമ്മേളനം തന്നെ നടക്കും. കേരളയാത്ര വളരെ ഭംഗിയിൽ തന്നെ നടത്താൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ? ഉദ്ഘാടനം, മറ്റു ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പ്രോഗ്രാം വൈകുന്നേരം സെൻറ്റിനറി ഗാർഡിൻ്റെ പരേഡും ജില്ലാ നേതാക്കളും നമ്മുടെ സംസ്ഥാന നേതാക്കളെ സ്വീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് നിന്നാണ് റാലി ആരംഭിക്കുന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ സമാപിക്കും. ശേഷം ഉദ്ഘാടന സെഷൻ നടക്കും. മന്ത്രി OR കേളു ആണ് വിശിഷ്ട അതിഥിയും ഉദ്ഘാടകനുമായിട്ടുള്ളത്. കൂടാതെ കൽപ്പറ്റയുടെ MLA കൂടി സിദ്ദീഖ് MLA നമ്മോടൊപ്പം ഉണ്ടാകും. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ, ജില്ലാ നേതാക്കളൊക്കെ സംബന്ധിക്കും. കഴിഞ്ഞ 2 കേരളയാത്രകളും വയനാട്ടിൽ വലിയ ഓളുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും. താഴെയുള്ള യൂണിറ്റിലെയും മറ്റൊക്കെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. എല്ലായിടത്തും നല്ല പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേരളയാത്രയുടെ ഭാഗമായിട്ടുള്ള പ്രചരണത്തിൽ നിരവധി പ്രവർത്തകർ എല്ലായിടത്തും യൂണിറ്റിലും ഡിവിഷനിലും സോണിലും ഒക്കെ പങ്കെടുത്ത് ആവേശത്തിലാണ് വയനാട് മൊത്തത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നാടൊന്നാകെ ഒഴുകിയെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഷെയ്ഖുൻ ഉസ്താദ് അവറുകളും ബദ്രുസ്താദത്തൊക്കെ വരുന്ന പരിപാടിയാകുമ്പോൾ എല്ലാവരും എത്തും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രസ്ഥാനത്തിൻ്റെ. ഓക്കെ, അപ്പോൾ സംഘാടകർ വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നഗർ സജീവമായി കഴിഞ്ഞു. നമുക്കിനി ഉസ്താദിൻ്റെ വരവ് കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് ഏകദേശം ഈ പ്രധാന നഗരിക്ക് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നായിരിക്കും ജാഥ ആരംഭിക്കുക, റാലി ആരംഭിക്കുക. സെൻറ്റിനറി ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള മനോഹരമായ റാലി, നമ്മൾ മറ്റു ജില്ലകളിലൊക്കെ കണ്ടതുപോലെയുള്ള റാലി അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരും. ഏകദേശം ഒരു 4 മണിയോടുകൂടി റാലി ആരംഭിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കളും വേദിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശേഷങ്ങൾ അറിയാൻ സിറാജ് ലൈവിനൊപ്പം തുടരുക. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site. നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ. നൂറ്റാണ്ടു പെയ്ത മഴയായി അതിലാഴ്ന്ന വേരുമരമായി, സുൽത്താനുൽ ഉലമ വരമായി, മുസ്ലിം ജമാഅത്തണവായി. നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ. നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം, കൂരിരുൾ കാരിരുമ്പിനാലയം തേൻ ഹൃദയമാഗതം, കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചി